അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ദുബായിൽ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ദുബായ് ഫ്രെയിം കാണാനാണ്. അപ്പോൾ അതിനുവേണ്ടി ടാക്സി ബുക്ക് ചെയ്തിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമ്മൾ താമസിക്കുന്നത് ഇവിടെ IBIS ഹോട്ടലാണ്. നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി വന്നു കേട്ടോ. ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയൊക്കെ അടിപൊളി വണ്ടിയാണ് വരുന്നത്. ലെക്സസ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ ലക്ഷറി വണ്ടികളേ ഉള്ളൂ. അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മളിത് ദുബായ് ഫ്രെയിമിനടുത്തേക്ക് എത്തി. മിന്നും ആമയും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേഗം പോയി ക്യൂ നിൽക്കണം. ഇവിടെ ടൈമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വരാം. രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ കണ്ടാണ് ഇതിൻ്റെ ഓപ്പൺ ടൈം. അപ്പോൾ അത് ക്യൂ കൂടി വരുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് പോവാം. ഇതിങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷേ എന്ത് വലുതാണെന്ന് അറിയാം. നല്ല വലിപ്പമുണ്ട് കേട്ടോ. പോവാം. ക്യൂ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ക്യൂ? ഓൺലൈൻ ടിക്കറ്റ് ഉള്ളവർക്ക് ഡയറക്റ്റ് എൻട്രൻസിലോട്ട് പോകാം. ഞങ്ങളൊക്കെ ഇത് ഫ്രെയിമിനകത്തേക്ക് കയറാൻ വേണ്ടി റെഡി ചെയ്ത് നിൽക്കും കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. നമ്മൾ ടിക്കറ്റ് ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ നമുക്ക് എന്തോ ഭാഗ്യത്തിന് നമുക്ക് എയർപോർട്ടിൽ നിന്ന് 2 സിം വന്നു. അത് കാരണം തട്ടിമുട്ടി കിട്ടുന്നുണ്ട്. 5G കാണിക്കുന്നത് പക്ഷേ ഓക്കെയാണ്. ഇപ്പം നമ്മളിവിടെ ടിക്കറ്റ് കാണിക്കാൻ നിൽക്കും കേട്ടോ. നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് ഉള്ളവർക്ക് ഡയറക്റ്റ് എൻട്രി ആണ്. നമ്മുടെ മെഡിക്കി കുട്ടി ഇതേ നമ്മുടെ പ്രാമിൽ ഇരുന്നിട്ടുണ്ട്. 5 മിനിറ്റ് നേരെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇറങ്ങും. ഇതേ നമ്മുടെ ഫ്രെയിം ഇതേ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അകത്തേക്ക് പോയാലോ? അകത്ത് വലിയ ക്യൂ ആയിരിക്കും. സമയം ഏകദേശം ആയി. നമ്മുടെ വൈഫൈ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതിന് അടുത്തേക്ക് വരുന്നതോറും ഇതിന് വലിപ്പം കൂടി വരുന്നതല്ലേ എനിക്ക് തോന്നുന്നത്. നോക്കി അല്ലേ? ഭയങ്കര വലിപ്പം കേട്ടോ. ഓ അതെന്ത് സംഭവം? വാ അങ്ങോട്ട് പോയി നോക്കാം. അത് കണ്ടിട്ട് വരാം. ഇവിടെ ഫ്രെയിമിനടുത്ത് കണ്ടോ ഒരു കഫേ എക്സ്ബോട്ട് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. നമുക്ക് ഇതിനകത്ത് ആരാ ഉള്ളത് നോക്കാവേ. ഓ ഇത് കണ്ടോ, മനുഷ്യനല്ല റോബോട്ടാണുള്ളത്. റോബോട്ടായിരിക്കും സാധനങ്ങൾ എടുത്തിരുന്നത്. ഇനി വരും കാലങ്ങളിലൊക്കെ ഇങ്ങനെ ആയിരിക്കും സെറ്റപ്പ്. ക്യൂ അല്ലേ? നല്ല ക്യൂ ആട്ടോ. അത്രയും ലെങ്ത്തുള്ള ക്യൂ ആണ്. ഈ ഫ്രെയിമിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ പഴയ ദുബായും ഇപ്പുറ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ പുതിയ ദുബായും. അതായത് നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഫ്രെയിമിനകത്തൂടെ പഴയ ദുബായ് കാണാം. അപ്പുറം അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ദുബായും കാണാമെന്നാണ് ഞാനൊരു വീഡിയോയിലൂടെ കണ്ടപ്പോൾ മനസ്സിലായത്. പക്ഷെ നമുക്കങ്ങനെ കാണാനുള്ള ഓപ്ഷനൊന്നുമില്ല. വല്ല ഫോട്ടോയൊക്കെ കണ്ട് മനസ്സിലാക്കാമെന്നുള്ള ഇതേ ഉള്ളൂ. എന്തായാലും സെറ്റപ്പാട്ടോ സംഭവം. ഇതൊക്കെ സ്വപ്നം യാഥാർത്ഥ്യമാവുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഫ്രെയിമിനകത്തേക്ക് കയറി കേട്ടോ. ദുബായിയുടെ ഓരോ പഴയ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇതിൻ്റെ അകത്തെ സ്ട്രക്ചറും അതുപോലെ തന്നെയാണ്. പഴയ ഒരു വീടിനകത്ത് കയറിയൊരു ഫീലാണുള്ളത്. നമ്മളിതിൻ്റെ മേളിലോട്ട് പോകാൻ നിൽക്കും കേട്ടോ. ലിഫ്റ്റിന് വേണ്ടി വെയിറ്റിംഗ്. അങ്ങനെ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ മുകളിൽ കയറി കേട്ടോ. ഇത്ര നാളും ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ കണ്ട സാധനത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആമി ഇതിൽ ഓടി നടക്കുന്നുണ്ട്. ഇവിടെ അടിപൊളി ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആമി തിരിച്ചു പോകാൻ വേണ്ടി ക്യൂ നിൽക്കുക. 10-20 മിനിറ്റ് അരമണിക്കൂറിന് മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഒരു അട്രാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം നമുക്ക്. ദുബായിൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇനി ഒരു തവണ വന്നു കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലണ്ടനിൽ പോയത് ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ എല്ലാ അട്രാക്ഷൻസ് എല്ലാം കവർ ചെയ്തു. രണ്ടാമത്തെ തവണ പോയപ്പോൾ ബാക്കിയുള്ള കവർ ചെയ്തു. ഓടി അലച്ചില്ലാതെ ഇനിയും നമ്മൾ ലണ്ടനിൽ തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി കണക്ഷൻ പോയിട്ടാണല്ലോ. ഇനി നമുക്ക് BRP ഇതോടേക്ക് വന്നാൽ മതി. സുഖമായിട്ട് വരാം. ഇത്രയും എമൗണ്ട് ഇല്ല. ഇനി നമ്മൾ പോകാൻ പോകുന്ന ഫ്യൂച്ചർ ദുബായിലേക്കാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ് വന്നത് ഓൾഡ് പഴയ ദുബായിയാണ്. അപ്പം അങ്ങനെയല്ലേ ആദ്യം പറഞ്ഞവരുണ്ട്. അത് പറഞ്ഞില്ല, ഒരു സൈഡിൽ നോക്കിയാൽ ഓൾഡ് ദുബായ്, ഒരു സൈഡിൽ നോക്കിയാൽ ഇങ്ങനെ തന്നെ ഉദ്ദേശിച്ചു. ഇങ്ങനെ മീൻസ് ഇങ്ങനല്ല. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ അതാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനകത്തൂടെ ഈ ഫ്രെയിമിന് ഉള്ളിൽ കൂടെ കാണുന്നത് പഴയ ദുബായും അവിടെ നിന്ന് നോക്കുമ്പോൾ പുതിയ ദുബായും. അതേപോലെ തന്നെ ഇതിനുള്ളിൽ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അടിപൊളി ഒരു ഷോപ്പും കൊണ്ടുണ്ട് കേട്ടോ. സുവനീറും കാര്യങ്ങളൊക്കെ മേടിക്കാം. നമ്മൾ ഓൾറെഡി സുവനീറൊക്കെ മേടിച്ചു. അതുകൊണ്ട് ഇതിനകത്ത് ഇനി മേടിക്കുന്നില്ല. എൻ്റെ ഫുള്ള് ദുബായിയുടെ സുവനീർ കൊണ്ട് നിറയുകയും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഫോട്ടോ മേടിച്ചിട്ടോ. എനിക്ക് ഈ ഫോട്ടോ ഇഷ്ടമായി.
നല്ല ഫോട്ടോ. നമ്മളിത് ഇതിന്റെ ഡിജിറ്റലും മേടിച്ചു. മോളിൽ നിന്ന് മറ്റേ ഫോട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ മോളിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ നമ്മുടെ പോസാണ്. തന്നു ഇപ്പൊ പൊട്ടിച്ച് ദൂരെ കളയത്. അപ്പൊ അതെടുത്ത് സേഫായി എടുത്ത് വെച്ചോ. അതിനകത്തൊരു വെള്ളമാ അല്ലേ? അത് പൊട്ടിയ കഴിഞ്ഞു. നമ്മൾ ഫ്രെയിമിലെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ടത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. സൂര്യൻ ഇതേലും അടിച്ചിട്ട് കണ്ണിലോട്ട് ഇങ്ങനെ കുത്തി അടിക്കുക. ആമിക്കുഞ്ഞേ, പപ്പയുടെ ആമിക്കുഞ്ഞേ. ഇത് പപ്പയുടെ കയ്യിലുണ്ട്. ഇതാ എൻ്റെ ദൈവമേ, അത് പിടിച്ചോണ്ട് നടക്കുന്ന നോക്കിയാ പെണ്ണ്. നമ്മുടെ ദുബായിൽ ഗോൾഡൻ ഫ്രെയിം വിസിറ്റും കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ തൊട്ടപ്പുറത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോകണം. അതേപോലെ തന്നെ വേറെ അതെന്താടി ഗിഫ്റ്റ് വില്ലേജോ, അവിടെയും പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് നൈറ്റ് ഇറങ്ങണം, ഗോൾഡ് സൂക്കിൽ പോകണം. പിന്നെ ഇന്ന് രാത്രി നമ്മൾ മൊത്തം ഇതിലേ നടന്നലയാൻ പോയി. എങ്ങനെയാണോ നമ്മൾ ലുലു മാളിൽ അലഞ്ഞത്, ദുബായ് മാളിൽ അലഞ്ഞത്, അതേപോലെ നമ്മൾ ഇന്ന് ടൗണിൽ കൂടെ അലയാൻ പോവാണ്. പുഷ് ചെയർ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അത് ഇവിടെ വെച്ചിട്ട് വേണം പോകാൻ. ഇവിടെ സേഫായിട്ട് വെച്ചോളാം, നമുക്കത് ഇപ്പോൾ ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഈ സാധനം മേടിച്ച് എന്തായാലും ഉപകാരമായിട്ടോ. നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനും അതേപോലെ തന്നെ ടാക്സി വിളിച്ച് കഴിഞ്ഞാലൊക്കെ ഇത് എടുത്തു വെക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. വെയിറ്റും കുറവാണ്. പിന്നെ ആമി ഉറങ്ങിക്കഴിഞ്ഞാൽ കിടത്തുകയും ചെയ്യാം, നമുക്ക് എടുത്തുകൊണ്ട് നടക്കണ്ട. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാം കേട്ടോ. നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കറങ്ങി വേണം അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിന്നും അതേ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടത്തേക്കാണ്. എല്ലാത്തിനും 1 to 10 ദിർഹം മാത്രമേ ഉള്ളൂ എല്ലാത്തിനും. നോക്കി നോക്കാം. ഇത് നമ്മുടെ ഫ്രെയിം ഇവിടെ ഇങ്ങനെ തലയെടുപ്പോട് നിൽപ്പുണ്ട്. ഇതാണോ ഞാൻ പറഞ്ഞില്ലേ, ആ സൈഡ് കണ്ടോ, ആ സൈഡാണ് നമ്മളെ ബുർജ് ഖലീഫ കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ സൈഡ് ഇപ്പുറ സൈഡാണ് നമ്മളെ പഴയ ദുബായ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ അകത്തോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പുതിയ ദുബായിനെ ഇങ്ങനെ കാണാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ഷോപ്പിനകത്ത് കയറിയിട്ടോ, നമ്മളിങ്ങനെ ഒരു മൂലയും തുടങ്ങാമല്ലേ. അപ്പുറത്ത് ഇത് കുറേ വലുതാടി, പിന്നെ ഇത് മാളി കറങ്ങിയ പോലെ കറങ്ങേണ്ടി വരും ഇതിനകത്ത്. ഇവിടെ നല്ല ഈന്തപ്പഴം ഉണ്ട് കേട്ടോ. ഈന്തപ്പഴത്തിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. നമുക്ക് ഒരെണ്ണം മേടിച്ചാടി ഇതുപോലെ. അടുത്തെന്നാ നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ. അടുത്ത 10 കൂടില്ല. പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു ബാഗ് മേടിച്ചു കേട്ടോ. ജീൻസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്തിടാൻ നല്ല രസമുണ്ട്. അതേപോലത്തെ ആ സ്ക്വയർ അതൊക്കെ രസമുണ്ട്. ഒരു വെറൈറ്റി ഡിസൈൻ സംഭവം. ആമേ, അമ്മയുടെ അടുത്ത് 2 ബാഗുണ്ട്. ഇതൊന്ന് ടെഡി ബ്ലാക്ക് ഉണ്ട്, ഇത് ഒരു ദുബായ് സാധനമുണ്ട്. ഗിഫ്റ്റ് വില്ലേജിൽ നിന്ന് ഇറങ്ങി കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. മിന്നുവിന് കുറച്ച് അൽക്കുലത്തെ സാധനം മേടിച്ചിട്ടുണ്ട്. ഡിമാർട്ടിൽ പോകാത്തതിൻ്റെ വിഷമം ഇവിടെ തീർത്ത്. സെയിം പ്രൈസേ വരുന്നുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിലൊന്ന് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാം, ആമിക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രെയിമിൻ്റെ അടുത്ത് വിട പറയും കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു മരമുണ്ട്, എനിക്ക് മരം ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതാണ് ഞാനിങ്ങനെ അടി വന്നത്. ഇതിലൊരു കായുണ്ട്, പിന്നെ ഒരു രസമുണ്ട്. ഒരു അറബി നാട്ടിലേക്ക് എത്തിയൊരു ഫീൽ കിട്ടുന്നില്ലേ അല്ലേ? ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി. നമ്മുടെ നാട്ടിലെ കമ്പിളി നാരങ്ങ നോക്കിയാൽ നല്ല രസമല്ലേ, മേടിച്ചല്ലോ. 5.45. അപ്പം എത്ര രൂപയായി? 100, 100, 200 അടുത്തുണ്ട്. കുഴപ്പമില്ല, ഇതൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നാട്ടിൽ നിന്ന് നമുക്ക് ചിക്കൻ മസാല ഒന്നും മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ചിക്കൻ മസാല കുറച്ച് മേടിച്ചു. പിന്നെ പെണ്ണിനുള്ള ഫുഡ്, പിന്നെ ഒരു സ്ട്രോബെറി, അങ്ങനെ കുറച്ച് സാധനം നമ്മൾ ഇവിടുന്ന് മേടിച്ചോളൂ കേട്ടോ. മിന്നുൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ മേടിച്ചല്ലേ. അങ്ങനെ ഞങ്ങൾ ദുബായിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഇറങ്ങി. നമുക്കിനി കുറച്ച് സാധനങ്ങൾ മേടിച്ചു കേട്ടോ. ഇനി നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം വീണ്ടും ഇറങ്ങണം. ഞങ്ങളപ്പോൾ റൂമിലെത്തിട്ടോ. റൂമിലെത്തി. ഇതിപ്പോൾ ഞാൻ വേളാങ്കണ്ണി വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് സമയം കിട്ടുന്നേ ഇല്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങളിത് സാധനങ്ങളൊക്കെ ഏകദേശം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ന് രാത്രി ഫുൾ പാക്ക് ചെയ്ത് സെറ്റപ്പ് ആക്കണം. നാളെ നമ്മൾ ഇവിടുന്ന് വണ്ടി വിടും. ആമിപ്പെണ്ണേ
ഇതാ കേട്ടോ നമ്മൾ താമസിച്ച ഹോട്ടൽ അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. ഫുഡ് ആണെങ്കിലും ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എല്ലാം അടിപൊളി. എന്തായിരുന്നു നമ്മൾ മേടിച്ചത് അവിടുന്ന്? കുറേ ഇതൊക്കെ ഇനിയിപ്പോൾ ബാഗ് പെട്ടിക്കകത്ത് കയറ്റലാണ് പരിപാടി. പെട്ടിയിൽ ഇഷ്ടം പോലെ നമുക്ക് ഇനിയും വെയിറ്റ് കയറ്റാൻ പറ്റും, സ്ഥലമില്ല എന്നുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. ഡേറ്റ്സ് ഇവിടുന്ന് നല്ല ഡേറ്റ്സ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ നല്ല നോക്കി മേടിച്ചിട്ടുണ്ട്. പിന്നെ അതേ മിന്നുവിൻ്റെ ബാഗ്, ഈ ബാഗ് ഉണ്ടല്ലോ ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടാനേ നല്ലതായിരിക്കും. ജീൻസും ടോപ്പ് ഇടുമ്പം സ്റ്റൈൽ ചെയ്തിട്ട് നല്ലതാണ്. പിന്നെ ചെറിയ ചെരുപ്പ് മേടിച്ചു, ബാഗ്, ചീപ്പ്, അങ്ങനെ കുറേ ആൽക്കൊലത്ത്. മിന്നു ഡിമാർട്ടിൽ പോകാത്തത് ഇവിടെ ആ വിഷമം ഇവിടെ തീർത്തു അല്ലേ? അരിപ്പ മസാലയൊക്കെ എന്ത് മസാല? അത് ലുലുമാളിന്ന് മേടിച്ചതാണ്. ലുലുമാളല്ല, ലുലു ഹൈപ്പർ മാർക്കറ്റ്. കുറേ മസാലയും കാര്യങ്ങളും മേടിച്ചു. എൻ്റെ ബില്ല് ഞാൻ ബില്ലിൽ തന്നിട്ടില്ലേ? ഇതിൻ്റെയൊക്കെ ബില്ലെടുത്ത് വെക്കണം, നമുക്ക് ടാക്സ് എടുത്ത് വെച്ചോ. എടി ആമി അതൊന്ന് വലിച്ച് താഴെ ഇടരുത്, ഇങ്ങോട്ട് വാ. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഗോൾഡ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ പോകണമെന്ന്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി, അതുപോലെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഇനി നമ്മളെല്ലാം പാക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനി ഒരു 2-3 മണിക്കൂർ ഇരുന്ന് നമുക്ക് ഫുൾ പാക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ രാത്രി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഗോൾഡ് സോക്കിൽ പോകണം. പിന്നെ ഇവിടെ അടുത്തുള്ള നൈറ്റ് മാർക്കറ്റ് ഒക്കെ ഉണ്ട്, അവിടേക്ക് ഒന്ന് പോയി ജസ്റ്റ് നടക്കണം.